ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക് പൈസ ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റ് ഇന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം, നിഫ്റ്റി നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് തട്ടിയത് ആദ്യം തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മുടെ എവിടം വരെ പോയായിരുന്നു. ഓപ്പൺ ചെയ്ത് തന്നെ നമ്മൾ ഈ ഒരു 357 ഭാഗത്തൊക്കെ ഓപ്പൺ ചെയ്തതിനു ശേഷം ഫസ്റ്റ് ടാർഗറ്റ് ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് കെട്ടി താഴേക്ക് ഇറങ്ങി ആശ വീണ്ടും വന്നു. വീണ്ടും ഒരു ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് വെച്ച് തിരിച്ച് സെക്കൻഡ് ടാർഗറ്റായി, പിന്നെ ഓൾമോസ്റ്റ് തേർഡ് ടാർഗറ്റ് അവിടം വരെയൊക്കെ പോയി തിരിച്ചിറങ്ങി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ റെഫറൻസ് ട്രേഡ് പ്രകാരമുള്ള ട്രേഡ് സെറ്റ് നിഫ്റ്റിക്ക് കിട്ടിയായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ബുള്ളിഷ് റെഫറൻസ് ഇവിടെ കട്ട് ചെയ്തു, ട്രിഗർ ആയില്ല, ഇവിടെ പോയില്ല. പക്ഷെ ഇവിടെ ഈ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ട്രിഗർ ആയി ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് തന്ന ദിവസമായിരുന്നു. മിഡ് ക്യാപ്പ് ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്ത് ആ ഭാഗത്തൊക്കെ തന്നെ ക്ലോസ് ചെയ്ത ദിവസം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പിൽ അങ്ങനെ വലിയൊരു ഇറക്കമോ കയറ്റമോ ഇല്ല, പക്ക ഒരു ബാലൻസിങ്ങിന്റെ മൂവ്മെന്റ് ആയിരുന്നു. നമ്മൾ പറയുന്ന സമയത്ത് മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു പക്ക ഒരു എന്തുവാണ്, ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്, ഒരു ബാലൻസിന്റെ സെക്ഷൻ തന്നെ നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. ഇന്ന് ഈ ഒരു ബി പീരീഡ് കണ്ടല്ലോ, കഴിഞ്ഞ ഫ്രൈഡേ വന്ന സിംഗിൾ പ്രിന്റ് വന്ന ബി സിംഗിൾസിന്റെ അവിടെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ പി ഒ സി 12,681 ഭാഗത്താണ് പി ഒ സി നിൽക്കണം. ഞാൻ ആ പി ഒ സി ഒന്ന് മുകളിലോട്ട് കൊണ്ടുവരാം. 12,681 ഭാഗത്തേക്ക് ഞാൻ ആ പി ഒ സിയെ കൊണ്ടുവന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അടുത്തത് ഇനി ബുള്ളിഷ് റെഫറൻസ് ഇവിടെ. നമുക്ക് ആദ്യം ബെയറിഷ് നോക്കാം. അപ്പൊ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇനി ഞാൻ സെല്ലിംഗ് ഉണ്ടെങ്കിൽ ഈ 12,595 താഴെ മാത്രമേ ഒരു ഫ്രഷ് ആയിട്ടുള്ള സെല്ലിംഗ്, അത്രയാണ് 12,595 താഴെ മാത്രമേ ഒരു ഫ്രഷ് സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഫ്രഷ് സെല്ലിംഗ് എങ്ങോട്ട് വരാം? ഫസ്റ്റ് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ 12,550 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് 12,550 എന്ന് പറഞ്ഞ ആ ഒരു 12,550 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് അവിടെ ആയിരിക്കും ടാർഗറ്റ് എന്ന്. സെക്കൻഡ് എന്ന് പറയുമ്പം അടുത്തത് 12,486 12,486 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 12,000 നമ്മളെ ഇന്നലെ വന്ന ഒരു റെഫറൻസ് ഏരിയ, ഈ ഒരു ഡീ പീരീഡ് ആയ 12,445 എത്രയാണ്, 12,445 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതൽ. ചുരുക്കി മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ചുരുക്കി പറഞ്ഞാൽ 12,595 പൊട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ റെഫറൻസ് ലെവലൊക്കെ പൊട്ടി മാർക്കറ്റ് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ബുള്ളിഷ് എന്ന് പറയുമ്പോൾ ഈ ബി പീരീഡ് നിങ്ങൾ കണ്ടല്ലോ, ഈ ബി പീരീഡ് ആയ 12,785 എത്ര നമ്മൾ ഈ ഒരു ഏരിയ ഹൈ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് 12,780 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ ഉള്ളൂ. ആ ബിയുടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈ പീരീഡിന് മൂവ്മെന്റ് ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 12,813 ഭാഗത്തേക്ക് അവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മളെ പഴയ ഒരു വാല്യൂ ഏരിയ ലോ ആണ് 12,813 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 12,870 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അത് അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്നലത്തെ ഹൈ ആയ 12,920, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഹൈ ആയ 12,920 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് നിഫ്റ്റിയെ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അപ്സൈഡ് റെഫറൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി ഉള്ള കാര്യം. സോ നിഫ്റ്റി എന്താണ്, നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് 780 പൊട്ടുകയാണെങ്കിൽ 813, 870 920 ഭാഗത്തേക്കും, 595 പൊട്ടുകയാണെങ്കിൽ 550, 486, 445 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. സോ മിഡ് ക്യാപ്പിന്റെ ട്രേഡ് പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ 12,813 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയ ലോയുടെ ഭാഗത്തേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പി ഒ സി ആയ 12,976 വരെ പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ഇല്ല 12,626 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വാല്യൂ ഏരിയ ലോ പൊട്ടുകയാണെങ്കിൽ ഈ 12,525 എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താണ് നമ്മുടെ ഇന്നലത്തെ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്സൽ സെറ്റപ്പ് പോസിബിൾ ആയിട്ട്. അതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള, മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി പക്ക ഒരു നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു. 55,015 അവിടെ എക്സാക്ട്ലി റെസിസ്റ്റൻസ് ഉണ്ട്. സോ ബാങ്ക് നിഫ്റ്റി നമ്മുടെ റെഫറൻസ് ലെവലൊക്കെ പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് തന്ന ദിവസമായിരുന്നു. പി ഒ സി ഇങ്ങോട്ട് വന്നു 54,400 ഭാഗത്തേക്ക് ഞാൻ പി ഒ സി തട്ടി 54,400 ഭാഗത്തേക്കാണ് ഇന്നത്തെ പി ഒ സി. സോ പി ഒ സിക്ക് വളരെ ഹയസ്റ്റ് മൈഗ്രേഷൻ ഉണ്ട്. സോ ഇനി നോക്കേണ്ടതെങ്കിൽ ഞാൻ ഇനി സെല്ലിംഗ് എടുക്കുന്നത് 54,108 താഴെ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഞാനൊരു സെല്ലിംഗ് എടുക്കുള്ളൂ. അതാണ്
54,108 താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രം ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ആ സെല്ലിങ് എങ്ങോട്ട് വരും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 53 എത്രയാണ്? 53,000 അടുത്ത സെക്കൻഡ് ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 53,977 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആ ഭാഗത്തേക്കാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടാർഗറ്റ് അടുത്തതെന്ന് പറഞ്ഞാൽ 53,842 എത്രയാണ്? 842. സെക്കൻഡ് ടാർഗറ്റ് 53,842 ഭാഗത്തേക്ക് 53,842 53,842 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ POC 53,687 ഭാഗത്തേക്ക് എത്രയാണ്? 53,687 ഭാഗത്തേക്ക് 53,687 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി 54,208 പൊട്ടയാണെങ്കിൽ ഈ റെഫറൻസ് ലെവലൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇനി ബുള്ളിഷ് റെഫറൻസ് 55,015 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. 55,015 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുക. ആ ബൈ ഈ POC 55,242 എത്രയാണ്? 55,242 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 55,400 ഭാഗത്തേക്ക് എത്രയാണ്? സെക്കൻഡ് ടാർഗറ്റ് 55,400 55,400 ഭാഗത്തേക്കും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു വാല്യൂ ഏരിയ ഹൈ അല്ലെങ്കിൽ കെയുടെ ഹൈ ആയി 55,000 ഈ JPയുടെ ഹൈ ആയി 55,555 എത്രയാണ്? 55,555 55,555 50 ആ ഒരു ഭാഗത്തേക്ക് ചുരുക്കി പറഞ്ഞാൽ 55,015 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു പറഞ്ഞ റെഫറൻസ് ലെവലൊക്കെ ടച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമുക്ക് നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ട്രേഡ് പ്ലാൻ നമ്മൾ ഇന്നലത്തെ വാല്യൂ ഏരിയ ലോയ്ക്ക് എൻ്റർ ആവണമെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സൽ റിസൾട്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പോസിബിൾ ആണ്. ഇല്ല ഈ വാല്യൂ ഏരിയ ഹൈ കട്ട് ചെയ്യണമെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്കും ഈ ഒരു ഏരിയയുടെ ഭാഗത്തേക്ക് ഒരു ബാലൻസിങ് തരാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയും കഴിഞ്ഞു. നമുക്കിനി നോക്കേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായ നിഫ്റ്റിയുടെ ഭാഗത്തേക്ക്. ഇപ്പോൾ നിഫ്റ്റി നമ്മൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ടാർഗറ്റ് അടുപ്പിച്ച് വന്ന ദിവസമായിരുന്നു. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ പോലെ നോർമൽ വേരിയേഷൻ അപ്പാണ്, വലിയ സ്പൈക്ക് ഒന്നുമില്ല. POC അടുപ്പിച്ച് ക്ലോസ് ചെയ്യണം 23,535 ഭാഗത്തേക്കാണ് POC ഒറ്റയടിക്ക് POC മോളോട് 23,535 ഭാഗത്തേക്കാണ് POC വന്നിരിക്കുന്നത്. അപ്പം ഇനി നോക്കേണ്ടത് ഞാൻ സെല്ലിംഗ് എന്ന് പറഞ്ഞ എടുക്കുമ്പോൾ ഈ ഒരു സിംഗിൾ പ്രിന്റ് 23,330 23,330 താഴെ മാത്രം സെല്ലിംഗ് 23,330 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ് 23,280 ഭാഗത്തേക്ക് വരത്താണ് 23,280 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ട്. സെക്കൻഡ് ടാർഗറ്റ് 23,232 ഭാഗത്ത് എത്ര 23,232 23,232 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ ഏരിയ ലോ ആയ 23,183 ഭാഗത്തേക്ക് എത്ര 23,183 ഭാഗത്തേക്ക് നിഫ്റ്റി വരെ. ഇതാണ് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഡൗൺ സൈഡ് റെഫറൻസ് ലെവലുകൾ. ഇനി അപ്പ് സൈഡ് റെഫറൻസ് ലെവൽ നോക്കുമ്പോൾ നിഫ്റ്റിയിൽ ഇനി ബൈ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ 25 ഇപ്പൊ നിൽക്കണം നമ്മൾ ഈ 660 ഭാഗത്തേക്ക്. അപ്പൊ 23,643 മുകളിൽ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കും. എത്ര 23,645 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതിന് ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ബൈ എവിടെ പോവാം? ഫസ്റ്റ് ടാർഗറ്റ് ഈ POC കണ്ട 23,703 എത്രയാണ് 23,700 ഈ ഒരു ഇതിനെ ഞാൻ തട്ടി മുകളിലോട്ട് കൊണ്ടുപോട്ടെ 23,600 എത്രയാണ് ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ 23,703 എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ഒരു പഴയ POC ഇത് POC കഴിഞ്ഞ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് മാർച്ച് 12 മാസത്തിന്റെ POCയുടെ ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ 764 എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂ ഏരിയ ലോ എത്രയാണ് 764. ഇതൊക്കെ നേരത്തെ വരച്ച കൃത്യമായിട്ട് അവിടെ തന്നെ വരുന്നുണ്ട് 23,764 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 23,800 എന്ന് പറഞ്ഞ ആ ഒരു റൗണ്ട് നമ്പർ 23,800 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 23,640 മുകളിൽ നിഫ്റ്റി ഈ POCയുടെ ഭാഗത്തേക്കും ഈ വാല്യൂയുടെ ഹൈയുടെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് വളരെയധികം നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. സോ നിഫ്റ്റിയുടെ ഒരു ട്രേഡ് പ്ലാൻ എന്ന് പറയുമ്പോൾ നാളെ നമ്മൾ ഈ സിംഗിൾ പ്രിന്റ് ഉണ്ട് ഈ K പീരീഡിൽ വന്ന ഇന്നലത്തെ സിംഗിൾ പ്രിന്റിന്റെ ഭാഗത്തും ഈ 23,280 പൊട്ടയാണെങ്കിൽ ഈ ഒരു POCയുടെ ഭാഗത്ത് 23,140 സ്ട്രൈറ്റ് എന്നാണ് ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സൽ റിസൾട്ട് പോസിബിൾ ആണ്. ഇല്ലെങ്കിൽ 645 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POCയും ഈ വാല്യൂയുടെ ഹൈയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സൽ റിസൾട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചും വളരെയധികം പോസിബിൾ ആണ്. സോ ഇതാണ് എനിക്ക് മാർക്കറ്റിൽ പറയാനുള്ള റെഫറൻസ് ലെവൽ പ്രകാരമുള്ള ട്രേഡും എല്ലാവർക്കും. ഇന്ന് ഓപ്ഷൻ ടേബിൾ കൊടുത്തത് നമ്മുടെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ
ഓപ്ഷൻസിന്റെ ടേബിൾ നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മളെ മെന്ററിംഗ് ബാച്ചുകാർക്ക് ഇന്ന് ഏത് സ്ട്രൈക്കിലാണെന്ന് നോക്കേണ്ടത്, എത്രയാണ് ടാർഗറ്റ്, എത്ര നിങ്ങൾ ടാർഗറ്റ് ഇട്ട് 1 2 3 എന്നൊക്കെ പറഞ്ഞ രീതിയിൽ എല്ലാവരും കൊടുക്കാറുണ്ട്. അത് നമ്മുടെ യൂട്യൂബിലെ ഗ്രേറ്റ് ആൻഡ് ഹയർ എന്ന് പറഞ്ഞ ആ കമ്മ്യൂണിറ്റിക്കും കൊടുക്കാറുണ്ട്. സോ അത് നമ്മുടെ മെന്ററിംഗ് ബാച്ചുകാർക്ക് ഫ്രീ ആണ്. കാരണം നമ്മൾ മെന്ററിംഗ് ബാച്ച് ജോയിൻ ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് ടെൻഷൻ കൂടാതെ പഠിക്കുവാനും എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഫ്രീനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് മെന്ററിംഗിന്റെ പുതിയൊരു ബാച്ച് ഇപ്പം ആൾറെഡി തുടങ്ങിയിട്ടുണ്ട്, 2 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്യണം, ഇല്ല അടുത്ത വരാൻ പോകുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ തമ്പിലേനി കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ.